ബി.ജെ.പിയിൽ ഇത് അന്വേഷണങ്ങളുടെ കാലം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സംസ്ഥാന ബി.ജെ.പിയിൽ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഓരോ ദിവസവും പലതരത്തിലാണ് ഉയർന്നു പൊങ്ങുന്നത്. സംശയത്തിൻ്റെ വിരൽ പലരിലേക്കാണ് ചൂണ്ടപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഒരു അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നത്. അന്വേഷിക്കുന്നതാകട്ടെ ബി.ജെ.പി നേതാവും IPS ഉദ്യോഗസ്ഥനുമായ ജേക്കബ് തോമസാണ്. ഒപ്പം ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷന്മാരുമുണ്ട്. ഈ 3 അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ചില ജീവനക്കാരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടിയിരുന്നു. ഇതിനിടയിലുമുണ്ടായി ഒരു ചെറിയ പ്രശ്നം. ചില കാര്യങ്ങൾ പുറം ലോകത്ത് ചോർന്ന് അറിഞ്ഞു. അത് പ്രത്യേകിച്ചും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് ചില ജീവനക്കാരോട് പറഞ്ഞു, CCTVകൾ തൽക്കാലം നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണമെന്ന്. അതിനുശേഷം വിവരങ്ങൾ തരുന്നതിന് വേണ്ടി പ്രത്യേക സ്ഥലത്തേക്ക് എത്തണമെന്ന്. ഈ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഇത് ചോർന്നത് എങ്ങനെയെന്നാണ് ഇപ്പോൾ ബി.ജെ.പി അന്വേഷിക്കുന്നത്. ചില ജീവനക്കാരുടെ ഫോണുകളൊക്കെ തന്നെ പരിശോധിച്ചു. അവർ വിളിച്ച നമ്പറുകളും പരിശോധിച്ചു. കാരണം വിവരങ്ങൾ ചോർന്നത് ശത്രുപക്ഷത്തുള്ള ഒരു ചാനലിലേക്കും പത്രത്തിലേക്കുമാണ്. അത് ബി.ജെ.പി നേതാക്കന്മാർക്ക് അത്ര കണ്ട് സഹിക്കാനാകില്ല. അതാണ് വീണ്ടും ഈ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത്. അതോടുകൂടി ഒരു ജീവനക്കാരനെ തൽക്കാലം അവിടെ നിന്ന് ഒഴിവാക്കി. ഇദ്ദേഹം നേരത്തെ അവിടുത്തെ ക്യാമറാമാനായിരുന്നു, ഫോട്ടോഗ്രാഫറായിരുന്നു. ഇപ്പോൾ ഇലക്ട്രീഷ്യനായിട്ടാണ് ജോലി നോക്കുന്നത്. തൽക്കാലം ആ ജീവനക്കാരന് ജോലി പോയി. പക്ഷേ അതിനുമപ്പുറം കുറച്ച് ആളുകൾക്ക് കൂടി ഈ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോർത്തിയതിൽ പങ്കുണ്ട് എന്നാണ് ബി.ജെ.പി നേതാക്കന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ജീവനക്കാരോടും വിവരങ്ങൾ അന്വേഷിക്കാനും തിരക്കാനുമൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. എന്തായാലും ഫണ്ട് തിരിമറി നടന്നു എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിനും ഏകദേശമൊക്കെ ബോധ്യപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി യോഗത്തിൽ MLA വി മുരളീധരൻ തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചത്. ബി.ജെ.പിയിൽ നടക്കാൻ പാടില്ലാത്ത ചിലതൊക്കെ നടന്നു എന്ന് സംശയമുണ്ടെന്ന് അദ്ദേഹം ധരിപ്പിച്ചു. മാത്രവുമല്ല, വിശദമായ ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടതും അദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വേഗത്തിൽ എത്തിയത്. വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ജേക്കബ് തോമസിനെ ചുമതലപ്പെടുത്തിയതും. അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കും. എന്തായാലും സംസ്ഥാന ബി.ജെ.പിയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ദേശീയ നേതൃത്വം എല്ലാ ദിവസവും അറിയുന്നുണ്ട്. എല്ലാ വിവരങ്ങളും സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നല്ല പട്ടികയിലാണ്, അല്ലെങ്കിൽ നല്ല ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ഇനി ആരാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഏകദേശം 12 കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നു എന്നാണ് പുറത്ത് ചർച്ച, അല്ലെങ്കിൽ പുറത്ത് പരക്കുന്ന വാർത്തകൾ. ഇത് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം. ഏകദേശം 100 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലങ്ങളിൽ ചിലവിടുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വം അനുവദിച്ചതെന്ന് പറയുന്നു. അതിലാണ് ചില തിരിമറികൾ നടന്നതെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. എന്തായാലും ഈ വിഷയം ബി.ജെ.പി അങ്ങനെ ചെറുതായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് വലിയ വാർത്തയാകുന്നതിനോടാണ് അവർക്ക് താല്പര്യക്കുറവ്. കാരണം ഇതിനു മുമ്പും ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ വലിയ പരാതി നൽകിയ ബി.ജെ.പി നേതാക്കന്മാരൊക്കെ തന്നെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നുമുണ്ട്. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കഴിഞ്ഞ വർഷമൊക്കെ നേട്ടങ്ങളുടേതായിരുന്നു. ഒരു MBA കിട്ടി തൃശ്ശൂരിൽ നിന്നും. മാറാത്തത് മാറും എന്ന് പറഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. അതിനുമപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളും ബി.ജെ.പി സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇപ്പോൾ ഇത് നേട്ടങ്ങളുടെ കാലമായി പറയുമ്പോഴും ഈ ഫണ്ട് തിരിമറി അവർക്കൊരു തലവേദന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ അന്വേഷണം നടത്തുന്നതും. ഇനി കുറ്റക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി വേണം എന്നാണ് ചില മുതിർന്ന നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ചും ബി.ജെ.പിയുടെ ഏറ്റവും വലിയ മുഖമാണ്, അല്ലെങ്കിൽ ബി.ജെ.പിയെ നയിക്കുന്ന ആളാണ് ശ്രീ നരേന്ദ്രമോദി, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി. അദ്ദേഹം കേരളത്തിലേക്ക് വന്ന സമയത്ത്
അദ്ദേഹത്തിന് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പോലും തിരിമറികൾ നടന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ ഇടമൊരുക്കിയ കാര്യത്തിലും ഭക്ഷണം നൽകിയ കാര്യത്തിലുമൊക്കെ വെട്ടിപ്പ് നടന്നു എന്നാണ് ചില BJP പ്രവർത്തകർ തന്നെ പറയുന്നത്. എന്തായാലും ചെറിയ കോലാഹലങ്ങളൊന്നും അല്ല അകത്ത് നടക്കുന്നത്. BJP അധ്യക്ഷൻ ഇപ്പോൾ വളരെ നിശബ്ദനാണ്. എല്ലാം മൗനത്തോടെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയുമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പാർട്ടിയെ വളർത്തുകയാണ്, ഒപ്പം പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന് നേടിയെടുക്കുക എന്നതുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള തിരിമറികൾ പാർട്ടിക്കുണ്ടാക്കുന്ന ദോഷത്തെക്കുറിച്ച് നല്ലവണ്ണം ദേശീയ നേതൃത്വത്തിനറിയാം. എന്തായാലും ഈ ഫണ്ട് തിരിമറി സംബന്ധിച്ച് എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടായാൽ അത് വലിയ നടപടിയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ സൂചനകളും സംസ്ഥാന അധ്യക്ഷൻ തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പലർക്കും ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് ഇത്രയും ഫണ്ട് കേരളത്തിലേക്ക് വന്നത്? അത്രയധികം ശക്തി കേരളത്തിൽ BJPക്കുണ്ടോ? എന്തായിരുന്നു ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സത്യം ഒരിക്കൽ ഒരു പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഫണ്ട് തിരിമറി BJPക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. വിഷയങ്ങൾ കൃത്യമായി കണ്ടെത്തി പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലൂടെയാണ് BJP കടന്നു പോകുന്നതെങ്കിലും പ്രശ്നങ്ങൾ BJPക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വലിയ തലവേദന തന്നെയാണ്.